നമ്മുടെ കേരളത്തിന്റെ സ്വന്തം തൃശ്ശൂരിന്റെ സ്വന്തം പുലിക്കളി കാണാൻ ഇപ്രാവശ്യം ചില അതിഥികൾ എത്തിയിട്ടുണ്ട്. വിദേശത്ത് നിന്നുള്ള അതിഥികളാണ്. നമ്മുടെ ടൂറിസം വകുപ്പിന്റെ റെസ്പോൺസിബിൾ ടൂറിസം പ്രചാരകരായിട്ടുള്ള അല്ലെങ്കിൽ കൾച്ചറൽ എക്സ്ചേഞ്ചിന്റെ പ്രചാരകരായിട്ടുള്ള കുറച്ച് ആളുകളാണ്. 12ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുണ്ട്. സർ, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇത്? ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് അവർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഈ വർഷത്തെ കേരളത്തിലെ ഓണം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും, വിശേഷിച്ച് പുലികളി, ലോക ടൂറിസം മാർക്കറ്റിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. കേരളത്തിലെ റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റിയാണ് ടൂറിസം വകുപ്പിന് വേണ്ടി ഇത് ചെയ്യുന്നത്. ടൂറിസം വകുപ്പിൻ്റെ തീരുമാനമനുസരിച്ചാണ് ചെയ്യുന്നത്. ലോകത്തെ 10 രാജ്യങ്ങളിൽ നിന്നുള്ള, ഇന്ത്യ കൂടാതെ 10 രാജ്യങ്ങളിൽ നിന്നുള്ള റെസ്പോൺസിബിൾ ടൂറിസം ലീഡേഴ്സാണ് വന്നിട്ടുള്ളത്. അവർ കഴിഞ്ഞ ഒരാഴ്ചയായി കേരളത്തിലുണ്ട്. 4-ാം തീയതി മുതൽ കേരളത്തിലുണ്ട്. ഇന്ന് പുലികളി കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. പുലികൾ കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ താരമെന്ന് പറയുന്നത് ഇവർ തന്നെയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള നമ്മുടെ അതിഥികളാണ്. മാം, where are you from? I'm from South Korea. South Korea. Okay, you guys enjoying this all these things and all, right? Yes. And you are here for seeing our traditions and culture. You guys actually see all these things? So when I first saw this, I thought about shirim in South Korea or sumo in Japan. I think it's kind of similar culture where we need to actually bulk up to fight against other people. So I'm trying to find some common things. Okay, our Pulikali, our Kerala's Pulikali is going to known to the world through you, right? Yes. ഞങ്ങളുടെ ഈ തൃശ്ശൂരത്തെ ഈ തനതായിട്ടുള്ള ഒരു കലയാണ് നിങ്ങൾ ലോകം മുഴുവൻ എത്തിക്കണം. നമ്മുടെ കേരളത്തിന്റെ സ്വന്തം പുലിക്കളി ലോകം മുഴുവൻ എത്തിക്കാനായി വന്നിരിക്കുന്ന ആളുകളാണ്. സർ, യു ആർ എൻജോയിങ് ദിസ്, റൈറ്റ്? Absolutely. It has been an amazing experience for us and the entire tour that we are doing for Onam. That has been amazing, from Marwan through Vaikam, Barambuli, and all the experience that we have so far. Amazing. And this is just marvelous. It's the first time we are seeing something like this, and we really hope that this can become like a product for Kerala tourism and responsible tourism. And most important thing what we are seeing is the involvement of the community here. So this is a community festival, and if community festival can also integrate tourism inside, that is marvelous. Ma'am, your experience here? I'm from Romania, but I live in Kerala actually for many years. So I experience so many local traditions, but this is the first time I'm seeing the Puligali. Every year I was behind this actually, and finally I'm getting to see it. അതാണ്, എല്ലാവരും എക്സൈറ്റഡ് ആണ്. നമ്മളെപ്പോലെ തന്നെ ഇവർ ആകെ വണ്ടറടിച്ച് ഷോക്കായി നിൽക്കുകയാണെന്നാണ് അല്പം മുമ്പ് സംസാരിച്ച ആളുകൾ നമ്മളോട് പറഞ്ഞത്. അത്രയധികം ലോകം മുഴുവൻ പുലിക്കളി വ്യാപിക്കുകയാണ്. നമ്മുടെ സംസ്കാരവും നമ്മുടെ തൃശ്ശൂരിൻ്റെ പൈതൃകവും ഒക്കെ ലോകം മുഴുവൻ എത്തിക്കാൻ വന്നിരിക്കുന്ന ആളുകളാണ്. അത്തരത്തിൽ നമ്മളെപ്പോലെ തന്നെ ഇവരും ഇതിൻ്റെ ഭാഗമാവുകയാണ്, ഇത് എൻജോയ് ചെയ്യുകയാണ് എന്നാണ് ഇവർ പറയുന്നത്. രാഹുൽ ബിജുവിനൊപ്പം മീഡിയ ജേക്കബ്, മീഡിയ 1, തൃശ്ശൂർ.